നമസ്കാരം. വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിലെ ഓക്സിജനെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വ്യാഴത്തിന്റെ അന്തരീക്ഷം, അതിന്റെ ഘടന, അതിലുൾപ്പെടുന്ന ഓക്സിജന്റെ അളവ് എന്നിവയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. വ്യാഴത്തിന്റെ ഉപരിതലത്തിൽ അതിമനോഹരമായ മേഘങ്ങൾ ചുഴലിക്കാറ്റുപോലെ കറങ്ങുന്നു. ഈ മേഘങ്ങളിൽ ഭൂമിയിലേതുപോലെ ജലാംശം അടങ്ങിയിട്ടുണ്ട്, പക്ഷേ അവ വ്യാഴത്തിൽ വളരെ കട്ടിയുള്ളതാണ്. ഈ മേഘങ്ങൾക്കടിയിൽ എന്താണെന്ന് കൃത്യമായി അളക്കാൻ ഒരു ബഹിരാകാശ പേടകത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പുതിയൊരു പഠനം ഇതിനുത്തരം നൽകുന്നു. പുതിയ പഠനം വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും പൂർണ്ണമായ മോഡൽ സൃഷ്ടിച്ച് അതിന്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലെയും ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെയും ശാസ്ത്രജ്ഞരാണ് ഈ സുപ്രധാന പഠനത്തിന് നേതൃത്വം നൽകിയത്. വ്യാഴത്തിൽ എത്രത്തോളം ഓക്സിജൻ ഉണ്ടെന്നുള്ള ചോദ്യത്തിന് ഈ വിശകലനം ഉത്തരം നൽകുന്നു. കണക്കുകൾ പ്രകാരം വ്യാഴത്തിന് സൂര്യനേക്കാൾ ഏകദേശം 1.5 ഇരട്ടി ഓക്സിജൻ കൂടുതലായി ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ഈ കണ്ടെത്തൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള ചിത്രം വ്യക്തമാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിലെ രാസപ്രവർത്തനങ്ങൾ അവിശ്വസനീയമാംവിധം സങ്കീർണമാണ്. മേഘങ്ങളുടെയും തുള്ളികളുടെയും സ്വഭാവം കണക്കിലെടുക്കേണ്ടതുണ്ട്. നാസയുടെ ഗലീലിയോ ബഹിരാകാശ പേടകം 2003-ൽ വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിന്റെ ആഴങ്ങളിലേക്ക് പോയപ്പോൾ ഭൂമിയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. ജൂണോ പേടകം ഇപ്പോഴും ഭ്രമണപഥത്തിൽ നിന്ന് ഗ്രഹത്തെ നിരീക്ഷിക്കുന്നു. അന്തരീക്ഷത്തിന്റെ മുകളിലെ ഘടകങ്ങൾ അമോണിയ, മീഥേൻ, അമോണിയം ഹൈഡ്രോസൾഫൈഡ്, ജലം, കാർബൺ മോണോക്സൈഡ് എന്നിവയാണെന്ന് ഈ നിരീക്ഷണങ്ങൾ പറയുന്നു. രാസപ്രവർത്തനങ്ങളും ഹൈഡ്രോഡൈനാമിക്സും ഒരു മോഡലിൽ സംയോജിപ്പിച്ചാണ് ഈ പുതിയ പഠനം നടത്തിയത്. ഇത്തരത്തിലൊരു സംയോജനം ഇതാദ്യമാണ്. ഗ്രഹങ്ങൾ രൂപപ്പെട്ടതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഓക്സിജന്റെ അളവ് അറിയുന്നത് വളരെ പ്രധാനമാണ്. എല്ലാ ഗ്രഹങ്ങളും സൂര്യന്റെ അതേ പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ പദാർത്ഥങ്ങളുടെ അളവിലുള്ള വ്യത്യാസങ്ങൾ സൗരയൂഥത്തിന്റെ രൂപീകരണത്തെക്കുറിച്ച് സൂചന നൽകുന്നു. വ്യാഴം അതിന്റെ ഇപ്പോഴത്തെ സ്ഥാനത്ത് തന്നെയാണോ രൂപപ്പെട്ടത്, അതോ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നീങ്ങി വന്നതാണോ എന്ന ചോദ്യത്തിനും ഈ പഠനം ഉത്തരം നൽകിയേക്കാം. വിവിധ സാഹചര്യങ്ങൾ എങ്ങനെയാണ് വിവിധതരം ഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതെന്നറിയുന്നത് സൗരയൂഥത്തിനു പുറത്തുള്ള വാസയോഗ്യമായ ഗ്രഹങ്ങളെ തിരയാൻ നമ്മെ സഹായിക്കും. ഈ പുതിയ അറിവുകൾ വ്യാഴത്തെയും നമ്മുടെ സൗരയൂഥത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റുമെന്ന് തീർച്ചയാണ്. നന്ദി.